മക്കളെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കിയാലോ. നിങ്ങൾക്ക് മുകളിൽ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഫിഗറിലെ എല്ലാ പാർട്ടും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ എ ബി എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. എ എന്ന് പറയുന്ന ഭാഗം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വിത്തിൽ നിന്നും മുളച്ച് ആദ്യമായിട്ട് മണ്ണിന്റെ അടിയിലോട്ട് വളരുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇതാണ് പിന്നീട് വേരായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബി എന്ന് പറയുന്ന പാർട്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കട്ടിയുള്ള ഇല പോലുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ ഈ ഒരു കട്ടിയുള്ള ഇല പോലെയുള്ള ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജപത്രങ്ങൾ അല്ലെങ്കിൽ കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. ഇനി ആ കോട്ടിലിഡൻസിനോട് ചേർന്ന് തന്നെ ഒരു പച്ച കളറിൽ ഒരു ചെറിയൊരു ഭാഗം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് പിന്നീട് തണ്ടായിട്ട് മാറുന്നത്. ആ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് പ്ലിമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഏത് ഭാഗമാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എഴുതാനായിട്ട് സാധിക്കുള്ളൂ.